ധർമ്മപ്രമാണ വ്യൂവേഴ്സിക്കെല്ലാം ഒരിക്കൽ കൂടെ സ്വാഗതം. ஆச்சாரிய இந்த குரு பரம்பரையில் உள்ளவாளை நம்ம போய் தரிசனம் பண்றோம், ஒரு நமஸ்காரம் பண்றோம், அனுகிரகம் வாங்கறதுக்கு வேண்டி போறோம். அவ கௌரவமா இருந்ததுன்னா அது நடக்குமா இல்லையா? குரு பரம்பரையில் உள்ள சன்னியாசிகள் நிறைய மடங்கள் இருக்கு. ശങ്കരാചാര്യർ സ്ഥാപിതം പണിയുന്നത് അതാണ് സന്യാസി ശ്രേഷ്ഠ. അവളൊക്കെ അന്ന് ഗുരുപരമ്പരയിൽ ശങ്കരാചാര്യോട് പരമ്പരയായിട്ട് വന്നിരിക്കാം. ഒരുപാട് ഇടങ്ങളുണ്ട്. കാഞ്ചീപുരം, ശൃംഗേരി, അപ്പടി പല ഇടങ്ങളിൽ പല സന്യാസി ദീക്ഷ സ്വീകരിച്ചവ എല്ലാം ത്യജിച്ചിട്ട് അവ നിത്യവും കർമാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ കർമാനുഷ്ഠാനം പണി ഭക്താൾക്ക് അനുഗ്രഹം പണ്ടത്. അതായത് ഒരു ഭക്ത ഒരു സ്വാമിയുടെ കോവിലെന്തൊക്കെ പോറാ അവനോട് സങ്കടങ്ങളും എല്ലാം ചൊല്ലി അവൻ സൗഖ്യമാ ഇരിക്കണം, ഇല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണം, സമ്പൽ സമൃദ്ധിയാ ഇരിക്കണം ചൊല്ലി அந்த பகவான்கிட்ட போய் அந்த பிரார்த்தனை பண்ற சமயத்துல அவனுக்கு ஒரு அனுகிரகம் கிடைச்ச மாதிரி ஒரு ஃபீலிங். அந்த பிரசாதத்தை வாங்குறதையோ எப்படியானாலும் சரி அந்த கோயிலுக்குள்ளே போயிட்டு வந்திருக்க. அதே மாதிரி தான் ஒரு பிரத்யட்சமா இருக்கிற தெய்வமாயிட்டாக்கும் வாழ கருதாது. இந்த ஆச்சாரிய சுவாமிகளை പ്രത്യക്ഷമായി இருக்கிற സന്യാസി ശ്രേഷ്ഠാളെ പ്രത്യക്ഷ ദൈവം എന്നാണ് നമ്മൾ കരുതണം. ബാക്കിയെല്ലാം നമ്മൾ വിഗ്രഹങ്ങൾ എന്റെയും പാക്കപ്പെട്ടു. അപ്പൊ ഇവ അത്രയും ആചാരങ്ങളോടുകൂടി ഇതോടുകൂടി ഇരിക്ക, അവ ദർശനം കൊടുക്കறதுக்கு വറ ഒക്കാണ്ടിരിക്ക. അന്ത സമയത്തില് இந்த കാലത്തിലൊന്നും കാരണം இந்த കാലത്തിൽ നമ്മൾ ചൊല്ലേണ്ടിരിക്കുക ഒരുപാട് ഗൗരവം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങ് പോമാണ്ട. സത്യം അതാണ്. അപ്പൊ നമ്മളൊരു ആചാരന്റെ പുറം അവർ ചിരിച്ച മുഖത്തോടുകൂടി സൗഖ്യമായിരിപ്പോ അവനോട് കവലയിലെ മാറും. അന്ന് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പോറാൻ ഇവിടെ പോകാതെ. അപ്പൊ അവരോട് വായിന്റെ ഒരു സന്തോഷത്തോടു കൂടി ഒരു വാക്ക് ഇല്ല അനുഗ്രഹം കിടക്കണം എന്ന് ചൊല്ലുന്നതാക്കും അവർ ഇത്രയും മെനക്കെട്ട്. ഇപ്പൊ ശൃംഗേരി ആനാലും എങ്കേന്നാലും ശരി, ലോകത്തിലെ എല്ലായിടത്തു നിന്നും പോറാം, ഇല്ല കാഞ്ചീപുരത്തിലെ ആനാലും ശരി, ലോകത്തിലെ എങ്കേന്ന്. അപ്പൊ ഇതൊരു അവളെ കുറ്റമായിട്ട് ചൊല്ലുന്നതല്ല. അപ്പൊ ഇന്ന കാലത്ത് അനുസരിച്ച് കൊഞ്ചം മനസ്സിലാക്കേണ്ടിയിരിക്കുക. കാരണം ചിരിച്ച മുഖത്തോടു കൂടി അവളുടെ കൂടുതൽ പേശൊന്നും വേണ്ട, ഒരു അനുഗ്രഹം ചിരിച്ച മുഖത്തോടുകൂടി പണ്ണാലേ അവൾക്കൊരു ഭക്താളോട് அந்த ഒരുപാട് ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് சொல்றாங்க. இந்த பக்தாளோட ஒரு விகாரம் அது മനസ്സുക്കുള്ള അവൾക്ക് ഒരു നിധി കളിച്ച മതിയായിരിക്കും. അതിന് മേലെ ഒന്നുമില്ലേ. ചിരിച്ച മുഖത്തോടുകൂടി ഒരു സന്തോഷത്തോടുകൂടി ഒരു അനുഗ്രഹം വന്നാലേ പോരും, കയ്യെ കാട്ടിനാലേ പോരും, ഒന്നും ചൊല്ലണ്ട. അപ്പൊ അതുക്കാക്ക് അവ ദർശനത്തിക്ക് വന്ന് ഒക്കാണ്ടിക്ക. അല്ലാണ്ട് ദർശനത്തിക്ക് വരണമേ അവ അനുഷ്ഠാനം പണി എഴുന്നേരം അതുപോലെ ഒക്കാണ്ടിക്കലാമേ. അപ്പൊ അതല്ല. അപ്പൊ അവ ദർശനത്തിന് പറഞ്ഞ സമയത്ത് അത് ഭക്തജനങ്ങളെ കൊഞ്ചം ഒരു ചിരിച്ച മുഖത്തോടു കൂടി ഞാൻ അത്രയോ പാത്രിക്കാം. ഞാനേ ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ അവർ കേട്ട മാറുന്നതില് അപ്പൊ എനിക്കേ തോന്നിയിരിക്കെ ഇത്ര ഗൗരവമായിരിക്കേണ്ട എന്നെ ആവശ്യം இந்த കാലത്തിലൊന്നും ഇനിയുള്ള കാലത്തുകളിലും നമ്മൾ സ്നേഹമാ ആരാനും ശരി, ഗുരുപരമ്പരയിലുള്ള ആരാനും ശരി, അവ ആരാനും ശരി സ്നേഹമാ ഇരുന്നാ മാത്രമേ അന്തോക്കും അതുമാതിരി സ്നേഹമാ എന്നെ വേണം. അപ്പൊ ഇപ്പൊ നമ്മൾ അവളെല്ലാം കാണുന്നത് ഒരു ആചാര്യ ശ്രേഷ്ഠത്തിൽ. അപ്പൊ അത്രത്തോളം പവർഫുൾ ആയിരിക്കുക, ദൈവമായിട്ട് കരുതുന്നത് അവളുടെ പോയിട്ട് അവൻ മൂഞ്ചി മുറിച്ചിട്ട് ഇപ്പിടി എടുത്തു കഴിഞ്ഞാൽ അവ ആരും ശ്രദ്ധിക്കും വേണ്ട, പിന്നെ പോമാണ്ട. അപ്പൊ അതെല്ലാം കൊഞ്ചം നിറയെ പേര് മാറ്റേണ്ടിയിരിക്കും. പിന്നെയുള്ള കാലത്തിലൊന്നും അത് அந்த ഗൗരവം എല്ലാം വെച്ചിട്ടുണ്ടാ നീങ്ക വെച്ചിട്ടുണ്ടോ നീങ്ക ഒന്നൊക്കെ ഇല്ല. അപ്പൊ മടത്തപ്പുറത്ത് വരയ്ക്കും ഓരോ മടങ്ങളും നടന്നു പോകുന്നത് തന്നെ എനിക്ക് തിരിയും പ്രത്യക്ഷമാണ്. ரொம்ப വിഷമത്തിലേ இருக்கும். അപ്പൊ നമ്മൾ ഭക്താൾ അനുഗ്രഹം വാങ്ങறதுக்கு வரா அவன் என்னாது தட்சிணையாயிட்டோ என்ன சமர்ப்பிக்கிறா, அதனால அந்த மடம் நடந்து போறது, நிறைய பேருக்கு அன்னதானம் கொடுக்க முடியறது. അല്ലെങ്കിൽ നമ്മൾ ഗൗരവം കാണിച്ചു നിന്നാ പിന്നെ ആരും വരമാട്ടാ, പിന്നെ മടം നടന്നു പോകുന്ന ഗൗരവം എല്ലാം അപ്പടിയതാ ഇരിക്കും. അപ്പൊ അതൊന്നും ഇന്ന കാലത്ത് ഇനിയുള്ള ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾക്കെല്ലാം അത് ശരിയല്ല. അപ്പൊ അന്ത വിധിയെല്ലാം അവാളായിട്ട് തെരിഞ്ഞ് മാറ്റിക്കണം. എത്രയോ പേര് എല്ലാരെയും അപ്പടി ചൊല്ലേ, ഒന്ന് രണ്ട് പേര് തന്നെ അപ്പടിയെല്ലാം ഉള്ളതെന്നൊക്കെ ഞാൻ വിചാരിக்கிறேன். കാരണം ബാക്കിയുള്ള ആളെയൊന്നും ഞാൻ അപ്പടിക്ക് എല്ലാവരും ചിരിച്ച മുഖത്തോടുകൂടി അനുഗ്രഹം പண்றதாയിട്ടാണ് കാണുന്നത്. അവ നല്ല ഒരു വാക്ക് ചൊല്ലുന്നതോടുകൂടി ചിലവാളോടെ அந்த സൈക്കോളജിക്കൽ ഫീലിംഗ് ആക്കും. അവർക്ക് എന്നാ ബുദ്ധിമുട്ട് இருந்தா കൂടി அந்த വാക്കോടുകൂടി ഞാൻ എല്ലാം എനിക്ക് ശരിയായ കാരണം പ്രത്യക്ഷ ദൈവമാർക്കും അനുഗ്രഹം കൊടുക്കാറേ ചിരിച്ചിന്റെ അവർക്ക് എല്ലാം ശരിയായ
എല്ലാം ശരിയായി അപ്പടി. അപ്പൊ അതൊരു സൈക്കോളജിക്കൽ മൈൻഡാക്കി ഓരോ ഭക്തനോട്. അപ്പൊ നമ്മൾ പോരാട്ടത്തിന് പോയി ഗൗരവ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാ അപ്പൊ പിന്നെ എന്തൊരു അവൻ പോമാട്ടെ അടുത്ത പ്രാവശ്യം തൊട്ട് ഇനിയുള്ള കാലത്തിലായിരുന്നു കളഞ്ഞത്. അപ്പൊ ഇതെല്ലാം മാറ്റിക്കേണ്ടത് അതാണ് മാറ്റിക്കണം. അതോട് ഇന്ന കാലത്തുള്ള നിയമം